സുഹൃത്തുക്കളെ, ബിയോണ്ട് ദ പേജ് എന്ന എൻ്റെ ചാനലിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുസ്തകമാണ്. ഒരു അൺകട്ട് കഥ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. പേരിലൊരു പുതുമയുണ്ട്, അതുപോലെ തന്നെ ഈ കഥകളിലും ഒരുപാട് പുതുമകളുണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് മുജീബ് ഈച്ചാട്ടിൽ എന്ന ആളാണ്. മലപ്പുറം ജില്ലയുടെ വയനാടുമായി അതിർത്തി പങ്കിടുന്ന മുണ്ടേരി എന്ന പ്രദേശത്തുള്ള എഴുത്തുകാരനാണ്. ഏറനാടൻ ജീവിതത്തിൻ്റെ തനിമയാർന്ന ഭാഷാ തനിമയും അതുപോലെ ജീവിത പരിസരങ്ങളിൽ രൂപപ്പെടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും മിത്തുകളും ഒക്കെ കൂട്ടിക്കലർത്തി അതിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ ഭരണകൂടം നടത്തുന്ന അപജയങ്ങളിലേക്കുമൊക്കെ വിരൽ ചൂണ്ടുന്ന ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കഥകൾ കൂടി ഉൾക്കൊള്ളുന്ന വളരെ മികച്ച പുസ്തകമാണ് മുജീബ് ഈച്ചാട്ടിലിൻ്റെ ഒരു അൺകട്ട് കഥ എന്ന പുസ്തകം. 12 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ വായനയിൽ ഉണ്ടാവേണ്ടതാണ്. ഇങ്ങനെയൊരു എഴുത്തുകാരൻ നമുക്കിടയിൽ ഉണ്ട്, കിഴക്കൻ കർണാട്ടിൽ ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം വളരെ മികച്ച കഥകളാണ്. ഏറനാടൻ ലാംഗ്വേജുകളിൽ, ഏറനാടൻ ജീവിത പരിസരങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള അനേകം കഥകളും കഥാകൃത്തുക്കളുമുണ്ട്. ആ കഥകളിൽ നിന്നും കഥാകൃത്തുക്കളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം കൂടിയാണ് മുജീബ് ഈച്ചാട്ടിൽ. ഇദ്ദേഹം ഒരു ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാവനയും ഇദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളും ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമൊക്കെ കഥകളാകുമ്പോൾ തീർച്ചയായും അത് വായനക്കാരെ ത്രസിപ്പിക്കുന്ന കഥകൾ തന്നെയാവും. ഏതായാലും ഈ 12 കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൽ 2-3 കഥകൾ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പരിചയപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അൺകട്ട് കഥ എന്ന ഇതിൻ്റെ ടൈറ്റിലുള്ള കഥയെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു സാധാരണ വിഷയത്തിൽ തുടങ്ങി ജീവിതത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പടർന്നു കയറിയ വായനയെ ഉദ്വേഗമാക്കുന്ന മനോഹരമായ കഥയാണ് ഒരു അൺകട്ട് കഥ. സയ്യിദ് മുഹമ്മദ് എന്ന കഥാപാത്രം രൂപപ്പെട്ട കൗതുകകരമായ പശ്ചാത്തലം ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ്. ഈ സയ്യിദ് മുഹമ്മദ് അദ്ദേഹത്തിനെ സുന്നത്ത് കല്യാണം കഴിക്കുന്ന ആ പ്രായത്തിൽ അതിന് നിർബന്ധിച്ചപ്പോൾ ആരോ പറഞ്ഞു പേടിപ്പിച്ചു. പണ്ടത്തെ ഇപ്പോഴുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള പരിപാടികളല്ല. ആ കാലത്ത് ഈ വസ്സാന്മാരൊക്കെ കത്തി മൂർച്ച കൂട്ടിയിട്ടാണ് സുന്നത്ത് കല്യാണം, അതിൻ്റെ ആ ചേല കർമ്മം നടത്തുന്ന പരിപാടി. അതിൽ ആ കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുകയും സയ്യിദ് മുഹമ്മദ് ആ സമയമായപ്പോഴേക്കും അടുത്ത വീട്ടിലുള്ള പൂളക്കാട്ടിലേക്ക്, അതായത് കപ്പകൾ മരച്ചീനിക്കാടുകളിലേക്ക് ഓടിയിട്ടിറങ്ങി അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരല്പം ചെറിയ കുട്ടിയുമല്ല, ഓടിപ്പോകാൻ പ്രായത്തിലുള്ള സമയത്താണ് ഇത് നടക്കുന്നത്. ആ ഭയപ്പാടിൽ ഓടിപ്പോയി അദ്ദേഹം പിന്നെ ഉത്തരേന്ത്യൻ നഗരങ്ങളിലെത്തുകയാണ്. കുറേ വർഷങ്ങളോളം അവിടെ ജീവിക്കുകയാണ്. അതിനിടയ്ക്ക് രൂപപ്പെട്ട ഒരു വർഗീയരാളയുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ കഥയുടെ ട്വിസ്റ്റ് കിടക്കുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും പെട്ടെന്ന് രൂപപ്പെട്ട വർഗീയത ഉത്തരേന്ത്യയിൽ ആൾക്കൂട്ട വിചാരണകളുടെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഈ കഥ പടർന്നു കയറുന്നുണ്ട്. ഈ സയ്യിദ് മുഹമ്മദ് ചെന്നുപെട്ട സ്ഥലത്ത് അദ്ദേഹം മുസ്ലിം ആചാരങ്ങളും അദ്ദേഹത്തിൻ്റെ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അറിയാം ഇദ്ദേഹം ഹിന്ദു മതവിശ്വാസിയല്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ആ പ്രദേശത്ത് ഉത്തരേന്ത്യയിൽ സാധാരണ നടക്കുന്നൊരു സംഭവം എന്നുള്ള നിലക്ക് വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടുകയും മതം നോക്കി, ജാതി നോക്കിയൊക്കെ, പേര് നോക്കിയൊക്കെ ആളുകളെ വിചാരണ ചെയ്യുന്നതും കൊല്ലുന്നതും നടക്കുന്നൊരു സമയത്ത് ഇദ്ദേഹം ഒരു കാവ്യ വേഷമൊക്കെ ധരിച്ച്, സന്യാസ വേഷം ധരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് സയ്യിദ് മുഹമ്മദ്. അവരെ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു സംഘം വർഗീയവാദികളുണ്ട്. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പരിചയമുള്ള, ഈ സയ്യിദ് മുഹമ്മദിനെ പരിചയമുള്ള ഒരാൾക്ക് സംശയം, ഇദ്ദേഹത്തിൻ്റെ വേഷം മാറിയെങ്കിലും മുഖച്ഛായ കണ്ടപ്പോൾ ഇദ്ദേഹം മുസ്ലിമായ ഒരാളാണ്, ഇദ്ദേഹം കപട വേഷമാണ് ധരിച്ചിട്ടുള്ളത് എന്നുള്ള സംശയം. അങ്ങനെ ഈ സംഘാടകർക്ക്, ഈ വർഗീയവാദികൾക്ക്, ഈ കൊല്ലാൻ വേണ്ടി കത്തി മൂർച്ച കൂട്ടി നടക്കുന്ന വർഗീയവാദികൾക്ക് ഇദ്ദേഹത്തെ പരിചയമുള്ള ആൾ ആ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ മനസ്സിലാകുകയാണ്, സയ്യിദ് മുഹമ്മദിന് രക്ഷയില്ല, തീർച്ചയായും അവരെന്നെ കൊല്ലും എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയെങ്കിലും അദ്ദേഹം രണ്ടും കൽപ്പിച്ച് അവരുടെ പരിശോധനയ്ക്ക് നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ആ പരിശോധന സമയത്ത് മറ്റുള്ളവർ, ഈ വർഗീയവാദികളായ കശാപ്പുകാർ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറി, അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രമൊക്കെ വാളുകൊണ്ടും കത്തികൊണ്ടും വലിച്ചു കീറി ഇദ്ദേഹത്തിൻ്റെ ലിംഗം പരിശോധിക്കുകയാണ്. ലിംഗം പരിശോധിക്കുമ്പോൾ അത് അൺകട്ട് ലിംഗമാണ്, കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ആ
ആനുകൂല്യം വെച്ച് ഇവർക്ക് രക്ഷപ്പെടുകയാണ് ഈ സെയ്ദ് മുഹമ്മദ്. ഇദ്ദേഹം ഹിന്ദു തന്നെയാണ്, മുസ്ലിം അല്ല എന്നാണ്. അതാണ് അൺകട്ട് വിദ്യയുടെ ഇതൊരു ഭാവനയാണെങ്കിൽ കൂടിയും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ജുഗുപ്സാവഹമായ വർഗീയ ലഹളകളും അതുപോലെ തന്നെ ഫാസിസ്റ്റ് മനോഭാവങ്ങളുമൊക്കെ എങ്ങനെയാണ് ജാതി നോക്കി മതം നോക്കി ഒരു വ്യക്തിയെ വേട്ടയാടുന്നത് എന്നുള്ളതിലേക്ക് വെളിച്ചം വീശുന്ന മനോഹരമായ ഒരു കഥയാണ്. ഇതിൽ ഭാവന വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു കഥയാണ് ഒരു അൺകട്ട് കഥ എന്നുള്ളത്. ഇതൊരു വെറും കഥ മാത്രമല്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കഥയെ കൂടി ഞാൻ പരിചയപ്പെടുത്തുക. ബീഫ് ഫെസ്റ്റ് എന്നാണ് കഥയുടെ പേര്. സരസ്വതി എന്ന ഒരു മകളുടെ വൃദ്ധനായ പിതാവിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. കേരളത്തിന് പുറത്താണ് കേട്ടോ ഈ സരസ്വതിയും വൃദ്ധനായ പിതാവും താമസിക്കുന്നത്. ആ സരസ്വതി മരണാസന്നയായ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബീഫ് കഴിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു കൊടുക്കണമെങ്കിൽ ആ വൃദ്ധൻ്റെ മനസ്സിൽ, അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്ത് അതിന് സാധ്യമല്ല. തന്നെയുമല്ല, ബീഫ് കഴിക്കുന്നവരോടൊക്കെ വളരെ എതിർപ്പുള്ള സവർണ മേധാവിത്വം പിടിമുറുക്കിയിട്ടുള്ള ഒരു പ്രദേശത്താണ്. അപ്പോൾ ഈ വൃദ്ധൻ അതിനുവേണ്ടി സ്വീകരിക്കുന്ന മാർഗം, അവിടുത്തെ മലയാളികളായ വാസികളുണ്ട്. മലയാളത്തിൽ നിന്ന് അവിടെ ജോലി ചെയ്യാനെത്തി അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മലയാളി സുഹൃത്തുക്കളോട് ഇത് പറയുകയാണ്, എൻ്റെ മോൾക്ക് ഇങ്ങനെ ബീഫ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അത് നിവർത്തി കൊടുക്കണമെന്ന്. അങ്ങനെ അവരതിന് മുതിരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു രാഷ്ട്രീയം. മുതിരുകയും അവ എതിർപ്പുകളൊക്കെ അവഗണിച്ചത് ഞങ്ങൾ സാക്ഷാത്കരിച്ച് തരാമെന്നുള്ള വാഗ്ദാനം നൽകി ബീഫൊക്കെ കൊണ്ടുവന്ന് അവളെ ഊട്ടുന്നതിന് മുമ്പ് തന്നെ, തീറ്റുന്നതിന് മുമ്പ് തന്നെ അവൾ മരണപ്പെട്ടു പോവുകയാണ്. അതാണ് കഥ. അപ്പോൾ അവൾ ഒടുവിൽ അത് സാധ്യമാകാതെ സരസ്വതി മരിച്ചു പോകുമ്പോൾ പുതിയ ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്ന ഭക്ഷണത്തിൻ്റെ പേരിലുള്ള ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇരയായി സരസ്വതി മാറുന്നു എന്നാണ് ഈ കഥയുടെ ആകത്തുക. തീർച്ചയായും വളരെ പ്രസക്തമായ, കാലിക പ്രസക്തമായ രാഷ്ട്രീയമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. അതേസമയത്ത് ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഭാവന അതിമനോഹരമായ ഭാവനയാണ്. എങ്ങനെയാണ് ഒരു കഥയെ രാഷ്ട്രീയ കഥകളാക്കി മാറ്റുക, ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തിൻ്റെ പ്രതിബദ്ധതയുള്ള കഥകളാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ തെളിവുകൾ ഈ മുജീബ് ഈച്ചാട്ടിൻ്റെ എല്ലാ കഥകളിലും കാണാം. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കഥയെ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നട്ടെല്ലി യോജന എന്നാണ് കഥയുടെ പേര്. പേരിൽ പുതുമയുണ്ട്. അതുപോലെ തന്നെ തികഞ്ഞ ആക്ഷേപഹാസ്യത്തിലൂടെ ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഉപഭോഗ സംസ്കാരത്തെയും കോർപ്പറേറ്റ് കൊള്ളകളെയും അവയ്ക്കെല്ലാം രാഷ്ട്രീയ കവചമൊരുക്കുന്ന ഏർപ്പാടുകളെയും ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന കഥയാണ് നട്ടെല്ലി യോജന. നട്ടെല്ലി യോജന ഔസേപ്പച്ചനും മിസ്സിസ് അമ്മിണി എന്ന രണ്ട് ആളുകൾ അവരുടെ ഒരു പദ്ധതി, അവരുടെ ബുദ്ധിയിൽ വിരിഞ്ഞൊരു പദ്ധതിയാണ് ഈ മനോഹരമായി പറഞ്ഞു പോകുന്ന ഈ കഥ. കാലം ഇവിടെ ഒരു കഥാപാത്രമാവുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ മറ്റൊരു പ്രത്യേകത. ഔസേപ്പച്ചൻ നട്ടെല്ല് നിർമ്മാണ വ്യവസായം തുടങ്ങാൻ പോകുന്ന കാര്യം അമ്മിണിയോട് പറയുകയാണ്. ഈ നട്ടെല്ല് വ്യവസായം തുടങ്ങുകയും അത് ഇന്ത്യയിലേക്ക് കയറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. വളരെ മനോഹരമായൊരു ഭാവനയാണ്. അങ്ങനെ അതിൽ വേണ്ടി അത് ഇന്ത്യയിൽ വളരെ വിൽപ്പന സാധ്യതയുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവങ്ങളും ആഗോള പ്രശസ്തമായ ബ്രാൻഡുകളുടെ പേരിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ പേരിലൊക്കെ ഇന്ത്യയിലേക്ക് കയറ്റിയാക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ വിപണി പിടിച്ചെടുക്കാൻ എളുപ്പമാണ് എന്നുള്ള ആ വിധേയത്വ രാഷ്ട്രീയത്തിൻ്റെ സൂചന കൂടിയാണ് അത് ഇന്ത്യയിലേക്ക് കയറ്റിയാക്കാൻ ഇവർ തീരുമാനിക്കുന്നത്. അങ്ങനെ അമ്മിണിയോട് ഈ ഔസേപ്പച്ചൻ ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പുതിയൊരു വാർത്ത ആ കാലഘട്ടത്തിൽ വരികയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഈ കഥയിൽ ഇദ്ദേഹം ഇതിന് ഉപയോഗിക്കുന്നൊരു വാചകം. അതായത് ചാണകത്തിൽ നിന്നും കൃത്രിമ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ എന്നാണ് പുതിയ വാർത്ത വരുന്നത് ഗവൺമെൻറ് വൃത്തങ്ങളിൽ നിന്ന്. അത്തരം നട്ടെല്ലുകൾ കൊണ്ട് ഒരിക്കലും ഒരിക്കലും പൊട്ടാത്ത നട്ടെല്ല്, അതേസമയം അത് എങ്ങോട്ടും വളക്കുകയും തിരിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ചാണകം കൊണ്ടുണ്ടാക്കുന്ന നട്ടെല്ലിൻ്റെ മറ്റൊരു പ്രത്യേകത. അതിലൊക്കെ രാഷ്ട്രീയ സൂചകങ്ങൾ ധാരാളമുണ്ട് എന്ന് നമ്മുടെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വരുമ്പോൾ അപ്പോൾ ആരാണ് ഈ കഥ, ഇങ്ങനെയുള്ളൊരു കഥയിൽ എത്തുമ്പോൾ ആരാണ് ലോകത്തിൻ്റെ ഇത്തരം ഈ കോർപ്പറേറ്റ് കൊള്ളകളും അതുപോലെ തന്നെ ഈ ചാണകത്തിലൊക്കെ ഉണ്ടാക്കിയിട്ട് നട്ടെല്ലുകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ട്
ചൂഷണത്തിൻ്റെ അപ്പോസ്തലന്മാരായി വക്താക്കളായി രംഗത്ത് വരുന്നത് എന്നുള്ളത് കോർപ്പറേറ്റ് ഭരണങ്ങളും ഫാസിസ്റ്റ് ഭരണങ്ങളും അവരനുകൂലിക്കുന്ന ലോക രാഷ്ട്രീയവുമൊക്കെയാണ് ആണ് ഈ കഥയിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ നട്ടെല്ല് യോജനയിൽ ചാണകം കൊണ്ടുണ്ടാക്കിയ നട്ടെല്ല് കണ്ടുപിടിക്കുന്നവർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പ്രതീകാത്മകമായി പറയുന്ന മനോഹരമായൊരു കഥയാണ് നട്ടെല്ല് യോജന. ചുരുക്കി പറഞ്ഞാൽ ഈ കഥയും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഈ മുജീബിൻ്റെ കഥകളുടെ പ്രത്യേകതകളിൽ പെട്ട ചില കഥകൾ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഏറനാടൻ ലാംഗ്വേജിൽ ഇദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് കഥകളൊക്കെ വളരെ മനോഹരമാണ്. അതിലൊക്കെ ഏറനാടൻ ജീവിതവും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ പ്രണയങ്ങളും അതുപോലെ തന്നെ മറ്റു പലതും സാമൂഹ്യ ജീവിതത്തിൻ്റെ മറ്റു പല ഏടുകളും നിറഞ്ഞു നിൽക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പല കഥകളും എന്നുള്ളതാണ്. തീർത്തും ദയാപൂർവം എന്നൊരു കഥയിൽ ഉമൈമ എന്നൊരു സ്ത്രീ ചക്കക്കായി വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വരുന്നുണ്ട് ചക്ക ലഭിക്കാൻ വേണ്ടി. പക്ഷേ ആ സുഹൃത്ത് കഥ എഴുത്തുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല ഇവൾക്ക് ചക്ക കൊടുക്കാൻ ഉമൈമക്ക്. അപ്പോഴാണ് ഈ ഉമൈമ ഒരു പ്രയോഗം നടത്തുന്നത്. താങ്കളുടെ കഥകളൊക്കെ ഞാൻ വായിച്ചിരുന്നു, അതിപ്പോൾ അവരെ പറയുന്നതായ ഏറനാടൻ ലാംഗ്വേജിലാണ്, നല്ല രസകരമായ ഭാഷാ ശൈലിയിലാണ് പറയുന്നത്. വായിച്ചിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഉമൈമക്ക് ചക്ക പറിക്കാൻ തോട്ടിയുമായി വളരെ വ്യാകുലപ്പെട്ട് ഇദ്ദേഹം പോവുകയാണ് ഈ കഥാകൃത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ഷേപാസ്യം ഇദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളുടെയും ഒരു പ്രത്യേകത കൂടിയാണ്. അതുപോലെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും വക നൽകുന്ന മനോഹരമായ മറ്റൊരു പ്രണയകഥയുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുന്നതാണ്. അതായത് അത് കഠിനമായ ഏതൊരാളെയും അലട്ടുന്ന പ്രശ്നങ്ങൾ മറ്റൊരു സാങ്കല്പികമായ മറുചിന്തകളിലൂടെ വഴിമാറ്റി മനസ്സിനെ പ്രണയാർദ്രമാക്കാൻ സുമിത്ര എന്ന ഒരു ആളെ സുമിത്രയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാലിമേക്കാരൻ്റെ പ്രണയ ചിന്തകളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ സുമിത്ര ഈ കാലിമേക്കാരന് തന്നോട് പ്രണയമുണ്ട് എന്ന് അവർക്ക് അറിയാം. അപ്പോൾ എനിക്ക് ആനവാല് കിട്ടണം, ആനവാൽ കൊണ്ടൊരു ഒരു മോതിരം എന്ന് പറയുന്നില്ലെങ്കിലും ഒരു ആനവാല എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അത് സംഘടിപ്പിച്ചാൽ ഇവൾക്ക് എന്തോ ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന് ഭേദമാവും എന്നാരോ പറഞ്ഞിരിക്കുന്നത്രേ. പിന്നീട് ഈ കാമുകൻ്റെ ചിന്ത ഇത് ആനവാലി തേടി ഇദ്ദേഹം പല സ്ഥലങ്ങളിലും അലഞ്ഞ് അതൊന്നും ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ നിരാശയായി മടങ്ങുന്ന സമയത്ത് ഒരു എരുമവാല് സംഘടിപ്പിച്ചുകൊണ്ട് ഇതാണ് ആനവാലി എന്ന് പറഞ്ഞ് സുമിത്രയ്ക്ക് കൈമാറുകയാണ്. സുമിത്ര അത് ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും തൻ്റെ ഒരു അഭിലാഷം സാക്ഷാത്കരിച്ചു എന്ന ഒരു പ്രതീതി അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നതോടുകൂടി അവരുടെ അസുഖവും മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസവും അതുപോലെ തന്നെയുള്ള മറ്റു പല വിശ്വാസങ്ങളുടെ പേരിൽ അതിൽ മരുന്നു കൂടിയാണ് ചില വിശ്വാസങ്ങളൊക്കെ. അതിൽ പ്രായോഗികതക്കല്ല സ്ഥാനം, മനസ്സിൻ്റെ പ്രവർത്തനത്തിനാണ് എന്ന് വെളിവാക്കുന്ന കഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ഈ 12 കഥകളെയും കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. ഇത്തരം കഥകളിലൂടെ മറ്റു പല കഥകളിലൂടെയും ഏറനാടൻ ജീവിതത്തിൻ്റെ കൊളോക്കിയൽ ലാംഗ്വേജ് ഇത്രമാത്രം ഭംഗിയായി അടയാളപ്പെടുത്തിയ കഥാകൃത്തുക്കൾ കുറവാണ്. തീർച്ചയായും ഈ പുസ്തകം നിങ്ങളുടെ വായനയിലുണ്ടാകണം. നമ്മുടെ ഏറനാടൻ കഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കഥാകൃത്താണ് മുജീബ് ഈച്ചാട്ടിൽ. അദ്ദേഹത്തിൻ്റെ കഥകളും വേറിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വായനയിൽ ഇത് ഉൾപ്പെടണം എന്നാണ് എനിക്ക് ഈ പുസ്തകത്തെ ചെറിയ തോതിലൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.